ബിഗ് ബോസിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നും സംഭവബഹുലമായ സംഭവങ്ങളാണ് ബിഗ് ബോസ് വീട്ടിൽ അരങ്ങേറിയത്. രാവിലെ തൊട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളായി അനുമോളും ജിസയിലുമായിട്ട് ഓൾറെഡി ഒരു കോൾഡ് വാറുണ്ട്. അതിങ്ങനെ പുകഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും പൊട്ടിത്തെറിക്കുന്നതാണ് ജയിൽ നോമിനേഷൻ വഴി കണ്ടത്. ഓക്കെ, സോ ഇന്നത്തെ പ്രധാന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകാം. 2 പണിപ്പുര ടാസ്ക് അടിപൊളിയായിരുന്നു. പിന്നെ ക്യാപ്റ്റൻസിക്കായിട്ട് ആര്യനും ജിസയിലും പിന്നെ അഭിലാഷും തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെ ജയിൽ നോമിനേഷൻ, പിന്നെ അതിനുശേഷം പിന്നെ ഉണ്ടായ പൊട്ടിത്തെറികൾ, പിന്നെ ആര്യൻ്റെ ഒരു പൊളൈറ്റ് ഗെയിം, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം രാവിലെ തന്നെ നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോളിന് ഇന്നലെ തന്നെ ജിസയിൽ നോട്ടം ഇട്ടിട്ടുണ്ട്. കാര്യം പുള്ളിക്കാരീൻ്റെ ഡ്രോ ആവശ്യമില്ലാതെ തുറക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇന്ന് ജയിൽ നോമിനേഷനും കൂടെ വന്നപ്പം അത് പൂർത്തിയായി എന്ന് വേണം പറയാൻ. അപ്പോൾ നമുക്ക് ആദ്യം നടന്ന ടാസ്കിലേക്ക് പോകാം. 2 പണിപ്പുര ടാസ്ക് നടന്നു. അത് നല്ല രീതിയിൽ, നല്ല ടീം സ്പിരിറ്റോടെ, നല്ല പ്ലാനിങ്ങോടെ കാഴ്ചവെച്ചിട്ട് അവർക്ക് 3000 പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. ഏകദേശം പിന്നെ 2965 പോയിൻറ്റ്സ് അടക്കം അവർ നേടിയെടുത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് പറഞ്ഞതുപോലെ ആര്യനും ജിസയിലും അഭിലാഷും അത് ഡിസേർവിംഗ് ആണ്. ആര്യൻ്റെ ഗെയിം ഇപ്പോൾ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ഫിസിക്കൽ ഗെയിംസിൽ പുള്ളിക്കാരൻ വേറെ ലെവലാണ് കാഴ്ചവെക്കുന്നത്. പിന്നെ നല്ല മൈൻഡ് ഗെയിമും, അതായത് ഗെയിംസിൽ മാത്രം പ്രയോഗിക്കാൻ പിന്നെ ആര്യൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഒരു എന്താ പറയുക, പൊളൈറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അദ്ദേഹം. പിന്നെ അനുമോളുടെ കാര്യത്തിലായാലും ജിസയിലിൻ്റെ കാര്യത്തിലായാലും ഒരു പക്ഷഭേദമന്യേ സംസാരിക്കുന്നുണ്ട്. അത് ഇന്നത്തെ പിന്നെ ദിവസം കാണാനുമിടയായി. പിന്നെ ജിസയിൽ കുക്കിംഗ് ടീമിൽ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. അതായത് പെർഫോമൻസ് ഇൻ ദ സെൻസ് പിന്നെ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിലും, പിന്നെ എല്ലാവരും ഒരുമിച്ച് നിർത്തുന്ന കാര്യങ്ങളായാലും, അല്ലെങ്കിൽ ആരും ഇല്ലെങ്കിൽ പുള്ളിക്കാർ തന്നെ മുന്നിട്ടിറങ്ങി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ അഭിലാഷിൻ്റെ കാര്യം ഞാൻ ഇനി മുന്നേ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയേണ്ട സ്ഥലത്ത് കാര്യങ്ങൾ പറയുകയും, പിന്നെ ഇപ്പോൾ ഒരു എന്താ പറയുക, അഴഞ്ഞ മട്ടല്ല, ഒന്ന് ബാക്കോട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ പറയേണ്ട കാര്യങ്ങളിൽ പുള്ളി പറയുന്നത് കൊണ്ട് അത് പിന്നെ ക്യാപ്റ്റൻ ആയിട്ടാണെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ പോകുമെന്ന് കരുതുന്നു. സോ ഇവർ 3 പേരാണ്, 3 പേരും ഡിസേർവിംഗ് ആണ്. പിന്നെ ജയിൽ നോമിനേഷൻ്റെ അകത്താണ് നമ്മുടെ അനുമോളും ജിസയിലുമായിട്ടുള്ള അടിപൊട്ടിയത് എന്ന് ഞാൻ പറയില്ല, അടി വരെ എത്തേണ്ടതായിരുന്നു എന്ന് പറയേണ്ടത്. അത് കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു CID പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അനുമോളുടെ എന്ന്. അത് തന്നെയാണ് ഇന്ന് സംഭവിച്ചത്. CID പരിപാടി ഇന്നും മുന്നോട്ട് പോയി. ഇന്നും മുന്നോട്ട് പോകാനുള്ള സമയം കിട്ടിയില്ല. ആദ്യം തന്നെ പിടിച്ച് ഉടക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്ന പ്രശ്നങ്ങളെ മുൻനിർത്തി പിന്നെ ഉള്ള ഒരു എന്താ പറയുക, 2 പേരുടെ ഉള്ളിലുണ്ടായിരുന്ന വൈരാഗ്യം ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുറത്തു വന്നു. പിന്നെ ജിസയിൽ പറയുന്ന കാര്യം നുണയാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം പിന്നെ ഫുഡ് എടുത്ത് ഒളിച്ചു വെക്കുക, പിന്നെ ഫുഡ് എടുത്ത് കൊണ്ടുപോവുക അനുമോളെ പറയുന്നുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അത് ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ലൈവ് കണ്ടപ്പോഴും എപ്പിസോഡ് കണ്ടപ്പോഴാണെങ്കിലും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ പുള്ളിക്കാരിൻ്റെ മറ്റേ ബെഡ് സ്പേസിൽ ആ ഡ്രോയൊക്കെ തുറന്നു നോക്കിയത് ജിസയിലിൻ്റെ, അത് ചെയ്തിട്ടുണ്ട് അനുമോള്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വാസ്തവവിരുദ്ധമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ജിസയിലിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ അനുമോൾ ഇപ്പോൾ കള്ളി എന്ന് വിളിക്കുന്നത് കൂടിക്കൂടി വരുവാണ്. ആകെ ജിസയിലിനെ ഒന്ന് ചൊറിയാനോ മാന്താനോ ഒന്ന് അനുമോളാണ് ആ വീട്ടിൽ. എന്തുകൊണ്ടാണ് ഇത്ര ഇൻഫ്ലുവൻസ് ജിസയിലിനെ അവിടെ ഉണ്ടാക്കാൻ പറ്റിയത് എന്ന് അറിയത്തില്ല. മേ ബി ഒരു ഔട്ട്സൈഡർ, അതായത് കേരളത്തിലുള്ള ആളല്ലാത്തത് കൊണ്ടാവാം. അതിനുള്ള ചാൻസസ് ആർ ഹൈ. കാര്യം നമ്മൾ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം വേറൊരു സ്ഥലത്തു നിന്ന് വന്നവരെ ഭയങ്കര വെൽക്കമിങ് ആണ്. മേ ബി അതുകൊണ്ടാവാം. അപ്പം അതാവാം ഒരു കാരണം. പിന്നെ അനുമോളിനെ പലർക്കും ആ വീട്ടിൽ ഇഷ്ടമല്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത ഡിസിഷനാണ് അനുമോൾ എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ അനീഷിന് ഇന്നലെ ഞാൻ പുള്ളിയോട് മിണ്ടാൻ പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴേക്കും സപ്പോർട്ട് ചെയ്തു അനീഷിനെ ഗെയിമിൻ്റെ കാര്യത്തിലൊക്കെ. അപ്പം എനിക്കൊന്നും ചിലപ്പോൾ പുള്ളിക്കാരിൻ്റെ ക്യാരക്ടറായിരിക്കും, മനസ്സിലൊന്നും വെക്കാത്തൊരു ക്യാരക്ടറായിരിക്കും. പിന്നെ പുള്ളി അങ്ങനെ ഒരു വ്യക്തിയുടെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുന്നവർ അവസാനം പ്രശ്നത്തിലേക്ക് പോകുന്നൊരവസ്ഥയിൽ വരും. അതായത് അനുമോളുടെ കൂടെ കൂടുന്ന പ്രശ്നത്തിലേക്ക് വരും. അതാണ് ഈ പിന്നെ അപ്പാണി ശരത്തിനൊന്നും അനുമോളെ കണ്ടുകൂടാത്തത്. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് ഇവർ ടീം സ്പ്ലിറ്റായി. കാര്യം അനുമോളുടെ ഭാഗത്ത് കുറച്ച് പേര്, പിന്നെ ജിസൈലിൻ്റെ ഭാഗത്ത് കുറച്ച് പേര് എന്ന രീതിയിൽ വന്നത്. സോ ഇതിൻ്റെ അകത്ത് 2 പേരുടെ ഭാഗത്തും തെറ്റുണ്ട്. ഒന്ന്, ജിസൈലിൻ്റെ ഭാഗത്ത് ചുമ്മാ ആവശ്യമില്ലാതെ കള്ളി എന്ന് വിളിക്കുകയാണ്. പക്ഷേ പുള്ളിക്കാർ ചെയ്ത കറക്റ്റായിട്ടുള്ള തെറ്റുകൾ അനുമോൾ എടുത്തു കാണിക്കുന്നുണ്ട്.
അതായത് ഇന്ന കാര്യങ്ങൾ ചെയ്തു. അതിലൊന്നും പുള്ളിക്കാരിക്കൊന്നും പറയാനില്ല ജിസൈലിന്. പിന്നെ അനുമോൾ ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർമിഷൻ കൂടാതെ ഡ്രോയൊക്കെ തുറന്നു നോക്കിയത്. അത് ഷാനവാസ് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നതുകൊണ്ട് ഷാനവാസിൻ്റെ ക്യാപ്റ്റൻസി ഇന്ന് ഇഷ്ടപ്പെട്ടു. കാര്യം വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു. അതായത് ആരുടെ ഭാഗത്ത് നിങ്ങളുടെ തെറ്റെന്താണ്, ജിസൈലിൻ്റെ തെറ്റെന്താണ്, അനുമോളുടെ തെറ്റെന്താണ് എന്നുള്ളത്. പക്ഷേ ഇതിന് ക്യാപ്റ്റൻ ആവുന്നതിന് മുന്നേ പിന്നെ ഷാനവാസ് ചെയ്യുന്ന പ്രവർത്തികൾ എന്ന് പറയുന്നത് ഈ ചൊറി പ്രവർത്തികളൊന്നും ശരിയല്ല. പക്ഷേ ഇന്ന് അതിനെ സംബന്ധിച്ചിടത്തോളം ഷാനവാസ് ഇന്ന് നല്ല രീതിയിൽ ക്യാപ്റ്റൻസി പ്രകടമാക്കിയിരുന്നു. പിന്നെ പറയാനുള്ളത് ആര്യനെ കുറിച്ചാണ്. ആര്യൻ ഇപ്പോൾ അത്യാവശ്യം നല്ല പൊളൈറ്റായിട്ട് പിന്നെ കാര്യങ്ങൾ ഇപ്പം ഈവൻ ജിസൈലിനോടാണെങ്കിലും പിന്നെ എന്തുകൊണ്ട് അനുമോളിൽ വോട്ട് ചെയ്തു എന്നൊക്കെ ചോദിച്ച് ജിസൈൽ പോകുന്നുണ്ട് ആര്യനോട്. ആര്യൻ പറയുന്നു, എനിക്ക് ആ സന്ദർഭത്തിൽ എനിക്ക് അങ്ങനെയാണ് ചെയ്യാൻ തോന്നിയത്, ഞാൻ ആരുടെ ഭാഗവും പിടിച്ചില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അത് മേ ബി ഇവരിലൊരു പിന്നെ ഒരു അഫെക്ഷൻ ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു. മേ ബി അത് വർക്കൗട്ട് ആവുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നടന്നത്. ഈ ജിസൈലിൻ്റെ ഭാഗത്താണോ അനുമോളുടെ ഭാഗത്താണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടുപേരുടെയും ഭാഗത്തല്ല. എനിക്ക് പിന്നെ അനുമോളുടെ ക്യാരക്ടർ എനിക്ക്, അതായത് ബിഗ് ബോസിലെ ക്യാരക്ടർ എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ പുള്ളിക്കാരി ചെയ്യുന്നൊരു കാര്യമുണ്ട്, തുറന്ന് കാണിക്കുന്നുണ്ട്. അതായത് ജിസൈലിൻ്റെ കാര്യങ്ങൾ പിന്നെ അതിന്നൊന്ന് പൊട്ടിത്തെറിച്ചു എന്നത്. ജിസൈലിനെ സംബന്ധിച്ചിടത്താണെങ്കിൽ പുള്ളിക്കാരി അത്യാവശ്യം നല്ല ക്യാരക്ടറാണ്. പക്ഷെ പുള്ളിക്കാരി വർഷങ്ങളായി മേക്കപ്പ് ഇട്ട് നടക്കുന്നൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാര്യം മുഖമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊരു പിന്നെ എനിക്ക് തോന്നുന്നു എന്തോ ചെയ്തിട്ടുണ്ട് മുഖത്തൊക്കെ. അപ്പോൾ അത്രയ്ക്ക് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവർക്കിതില്ലെങ്കിൽ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഒളിച്ചും പാത്തും ഇത് ചെയ്യുന്നു. പിന്നെ അതിലൊരു എന്താ പറയുക, അനുമോക്കാണെങ്കിൽ ഈ ഇത് കിട്ടാത്തതിനും ലിപ്സ്റ്റിക് കിട്ടാത്തതിനും ഒക്കെ ഒരു പ്രശ്നങ്ങളുണ്ട്. സോ ആ ഒരു പ്രശ്നം ബൾജ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. സോ രണ്ടുപേരുടെ ഭാഗത്തും ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്തായാലും ലാലേട്ടൻ വരുമ്പോൾ ഒരു ഫയറിംഗ് ഉണ്ടാവും. ഏകദേശം എനിക്ക് തോന്നുന്നു ജിസൈലിനെ കൂടുതൽ കിട്ടാനാണ് ചാൻസ്. അനുമോൾക്കും കിട്ടും ആ കൈ തട്ടി മാറ്റിയതിൻ്റെ പേരിൽ. പക്ഷെ അതത്ര വലിയ പ്രശ്നമൊന്നും അല്ല. എന്നിട്ട് ജിസൈൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യുന്നത് കൊണ്ട് പിന്നെ ഫിസിക്കൽ അസോൾട്ട് എന്ന രീതിയിൽ അത്രയൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത്രയൊന്നും ചെയ്യാൻ പിന്നെ ഉള്ള ആളുമല്ല പിന്നെ നമ്മുടെ അനുമോൾ. പക്ഷേ ആവശ്യമില്ലാത്ത അസ്ഥാനത്തെ ഡയലോഗ് അനുമോൾ അടിക്കുന്നുണ്ട്. അത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അവളെ എന്നെ കൊല്ലുന്നു അങ്ങനെ എന്തൊരു ഡയലോഗ് അടിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആവശ്യമില്ലാത്ത ഡയലോഗ് അടിച്ച് വീണ്ടും കുഴപ്പത്തിലേക്ക് പോവാതിരിക്കുക അനുമോൾ എന്നാണ് എനിക്ക് അനുമോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഈ പറഞ്ഞു കൊടുക്കാൻ പോയത്. പക്ഷേ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കരമായിട്ട് പുള്ളിക്കാരി ഡൗൺ ആയിപ്പോയി. മേ ബി അതുകൊണ്ടായിരിക്കാം. തൊട്ടാവാടി തന്നെയാണ് അനുമോൾ, എനിക്ക് ഇന്നത്തെ ദിവസം മനസ്സിലായി. പിന്നെ ജയിൽ നോമിനേഷൻ വന്നത് പിന്നെ രേണുസുതി, ശാരിക, പിന്നെ നമ്മുടെ നെവിൻ എന്നിവരാണ്. ശാരികയും അനുമോളും ഏകദേശം 4 വോട്ടായിരുന്നു. അവസാനം പിന്നെ ആയപ്പോഴേക്കും പിന്നെ അവർ രണ്ടുപേരിൽ ഒരാളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അത് നേരെ ശാരികയ്ക്ക് വീഴുകയായിരുന്നു 6-7 വോട്ടുകളിൽ. ഓക്കെ, 7 വോട്ട് ശാരികയ്ക്ക് കിട്ടി. പിന്നെ ശാരിക അങ്ങനെ ജയിൽ നോമിനേഷനിലേക്ക് വന്നു. അതായത് 3 പേരാണ് ഇപ്രാവശ്യം ജയിലിൽ കയറുന്നത്. ഒരാൾ പുറത്തും 2 പേരകത്തും. രേണുസുതിയും നെവിനും അകത്ത്, ശാരിക പുറത്തും. എന്നിട്ട് അവർക്കൊരു ഗെയിം കൊടുക്കുമായിരുന്നു. അത് അടിപൊളി ഗെയിമായിരുന്നു. സോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ദിവസത്തെ റിവ്യൂ. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ, എന്നെ തിരുത്താൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് പറയുക. പിന്നെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറയുക. ഈ ചാനൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആക്കാനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അത് നിങ്ങൾ പറഞ്ഞാലേ എനിക്കറിയത്തുള്ളൂ. ഇനിയിപ്പം നന്നായി ഇമ്പ്രൂവ് ആയിരിക്കുകയാണെങ്കിൽ അതും നിങ്ങൾ പറയുക. നല്ല വാലിഡ് കണ്ടൻറ്റായിട്ട് ഞാൻ വരും. അതിപ്പം ബിഗ് ബോസ് നടക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ബിഗ് ബോസിൻ്റെ പുറകെ. അതിനുശേഷം നല്ല നമ്മുടെ പ്രേക്ഷകരെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള കണ്ടൻറ്റായിട്ട് ഞാൻ എന്തായാലും വരുന്നതാണ്. സോ പ്ലീസ് ഡു സപ്പോർട്ട്. അപ്പം താങ്ക് യു. ബൈ ബൈ.